എന്താ ആതിരെ എടുത്തി 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 ഓടി വാ എടുത്തി ചേച്ചി കേട്ടായിരുന്നു അവളുടെ നിലവിളി? ഞാനൊന്നും കേട്ടില്ല. എന്ന് ഞാൻ കേട്ടു. ഇപ്പൊ കേട്ടില്ലേ? ഇപ്പൊ കേട്ടു. ഞാൻ പറഞ്ഞില്ലേ ചേച്ചിയോട് എന്റെ ഈ പ്ലാൻ വർക്ക്ഔട്ട് ആവുമെന്ന്. ചേച്ചി നോക്കിക്കോ, ഇതോടെ അവളുടെയും അർച്ചനയുടെയും പത്തി താഴും. ആതിരെ ഈ വീട് വിട്ട് പോവുകയും ചെയ്യും. ആതിരെ ഈ വീട് വിട്ട് പോണ്ടത് ഗർഭാലസിപ്പോയതുകൊണ്ടാവരുത്. ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്ന സന്ദീപിനോട് പിണങ്ങി വേണം അവൾ ഇവിടുന്ന് തിരികെ പോവാൻ. അവൾ ആരുടെ പേരും വിളിച്ചോണ്ടാണോ ഈ മുറ്റത്തേക്ക് കയറി വന്നത്, ആ പേര് ദുഷ്പേരാക്കി മാറ്റണം നമുക്ക്. പുറമേ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. പേരക്കുട്ടി എടുത്തൊന്ന് ലാളിക്കാൻ വല്ലാതെ കൊതിക്കുന്നുണ്ട് സേതുമാധവന്റെ മനസ്സ്. ഈ ആഘോഷം കൂടി അറിയുമ്പോ മിക്കവാറും അയാള് അടിച്ചു പോകുന്ന എനിക്ക് തോന്നുന്നു. ബാക്കിയൊക്കെ വന്നിട്ട് സംസാരിക്കാം. ചേച്ചി വാ. അവളുടെ നിലവിളി എനിക്കൊന്ന് നേരിട്ട് കാണണം. ഇനി നമ്മൾ ചെന്നില്ലെന്നുള്ള പരാതിയും വേണ്ടല്ലോ. നീ അവിടെ നിൽക്ക്. ഇപ്പൊ ഓടി മുകളിൽ ചെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്റെയും നിന്റെയും വിഷമവും കരച്ചിലും കാണാനും അത് നോക്കി മാർക്കിടാനുള്ള ആള് ഇപ്പൊ ഈ വീട്ടിലില്ല. സേതുമാധവനെ പുറത്തു പോയിരിക്ക. അങ്ങേര് വരട്ടെ. അങ്ങേരുടെ മുന്നിൽ വെച്ച് വേണം ഇതും പറഞ്ഞ് നമുക്ക് കരയാൻ. എനിക്കതൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. കാണാം. ഇനി ഇവിടെ എന്താ നടക്കാൻ പോകുന്നെന്ന് നോക്കട്ടെ. അപ്പോ നമ്മൾ പ്ലാൻ ചെയ്ത ആദ്യത്തെ സംഭവം നിന്നിലൂടെ പൂർത്തിയായി. ഇനിയുള്ളത് എന്റെ ജോലിയാ. എന്റെ മാത്രം ജോലി. മോളെ ഒന്നുമില്ല. ഡോക്ടർ ഇപ്പൊ വരും. കരയില്ലേ? ഹലോ ഡോക്ടർ, അത്യാവശ്യമായിട്ട് നെല്ലിശ്ശേരി വരെ ഒന്ന് വരണം. ഒന്നുമില്ല. സച്ചേട്ടാ എന്തായി? ഞാൻ ഡോക്ടറെ വിളിച്ചു, പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. മോളെ ഇപ്പൊ വരും. ഒന്നുമില്ല, ഇപ്പൊ ഡോക്ടർ വരും. മോളെ കരയാതിരിക്ക. എന്തായി? ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ടെന്ന്. ഇപ്പൊ വരാന്ന് പറഞ്ഞു. നിനക്ക് തന്നെ അവരോട് പറയാൻ പാടില്ലായിരുന്നു. ഇനി ചെക്കപ്പിന്റെ ഒന്നും ആവശ്യമില്ല. അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ നീയായിട്ട് തന്നെ അങ്ങ് നശിപ്പിച്ചു എന്ന്. അവൾ ആ കട്ടിലിൽ കിടന്ന് വേദന കൊണ്ട് പുളയുന്നുണ്ട് ചേച്ചി. കുറച്ച് നിമിഷങ്ങൾ ഞാൻ അറിയാതെ കണ്ടങ്ങ് നിന്നുപോയി. അവള് ചാകാൻ കിടക്കുന്ന പോലെ കരഞ്ഞും ടെൻഷനടിച്ചും അർച്ചനയും സന്ദീപും സച്ചിയേട്ടനും ചുറ്റിലും. സന്ദീപിന്റെയും മാതിരയുടെയും വിവാഹം അർച്ചനയുടെ അവസാനത്തെ ജയമായിരുന്നു. ഇനി അങ്ങോട്ടുള്ള കാലം നമ്മുടേതാ ചേച്ചി. ഇപ്പൊ അവളുടെ കുഞ്ഞ് നശിച്ചതുപോലെ ഇവിടുത്തെ ഓരോരുത്തരും നശിക്കണം. അർച്ചന എന്നുള്ള നന്മമരം കടയോടെ മുറിച്ച് തീയിട്ട് കത്തിക്കണം. ആ തീയില് വെന്തുരുകണം ബാക്കിയുള്ള നെല്ലിശ്ശേരിക്കാരുടെ ശരീരവും. അതിലാ എന്റെ ആനന്ദം.
പരമാനന്ദം. ഡോക്ടർ ഊരില്ല. മോളെ, മോളെ നിനക്കൊന്നുമില്ല. മോളെ, കരയില്ലേ? ഡോക്ടർ വരും. എഴുതി ദേ ഡോക്ടർ വന്നു. ഡോക്ടർ, ഡോക്ടർ എന്താണെന്ന് നോക്കാമോ? നോക്കാം. നിങ്ങൾ പുരുഷന്മാരൊന്ന് പുറത്തേക്ക് നീ. ചെല്ല്. ആ കാലൊന്ന് പിടിക്കേ. മോളെ, കിടക്കട. നീ വിഷമിക്കണ്ടടാ, ചിലപ്പോ പേടിക്കാനൊന്നും ഉണ്ടാവില്ല. സച്ചി, ആതിരയ്ക്ക് എന്തു പറ്റിയതാ? അറിയില്ല എടുത്തി. ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചിരുന്നപ്പോ ആതിരയ്ക്ക് പെട്ടെന്ന് പെയിൻ ഉണ്ടായെന്ന് അവൻ പറഞ്ഞത്. സന്ദീപേ, നീ ഇതിനിങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഈ സമയത്ത് സാധാരണയാ. ഞാൻ പറഞ്ഞതാ എടുത്തി, ഇവനത് മനസ്സിലാവണ്ടേ. എന്നാ പിന്നെ നേരത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പാടില്ലായിരുന്നോ? ആ, ഈ കണ്ടീഷനിൽ യാത്ര വേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാ. ആ, ഏതായാലും ഡോക്ടർ വന്നല്ലോ. എന്താ ഡോക്ടർ? പേടിക്കാനൊന്നുമില്ല. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വരുന്ന ഒരു പെയിൻ, അത്രേ ഉള്ളൂ. ആതിര സ്വസ്ഥമായിട്ട് കുറച്ചേരം ഉറങ്ങട്ടെ. എഴുന്നേൽക്കുമ്പോ ശരിയാകും. ഇനി മുതൽ എല്ലാ മാസവും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം. ആതിരേ, ആതിരേ, എന്താ ചേച്ചി? വാ, വന്നെന്തെങ്കിലും കഴിക്ക. ഇപ്പൊ വേണ്ട ചേച്ചി, കുറച്ചുകൂടി കഴിയട്ടെ. എന്താ നിനക്ക് ഇപ്പൊ ഒന്നും വേണ്ടാത്തെ? എന്തെങ്കിലും കഴിക്കാന്ന് കരുതി വായിലോട്ട് കൊണ്ടുപോകുമ്പോ ഛർദി വരും. ഇവിടെ ഉള്ളവരൊക്കെ കഴിക്കട്ടെ, അല്ലെങ്കിൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവും. അതിനിവിടെ എല്ലാരും കഴിച്ചു. അച്ഛനെന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയിരിക്കുക. ഇനി ഞാനും നീ മാത്രമേ കഴിക്കാനുള്ളൂ. എന്നാ ചേച്ചി പോയി കഴിക്കേ, ഞാൻ പിന്നീട് എന്തെങ്കിലും കഴിച്ചോളാം. എന്നാ ഞാൻ നിനക്കൊരു ജ്യൂസ് കൊണ്ടുവരാം. ജ്യൂസ് ഇവിടെ ഉണ്ട് ചേച്ചി. ജ്യൂസോ? കുറച്ചു മുൻപ് അനഘ ഇവിടെ വന്നിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ പറഞ്ഞു തീർത്തിട്ടാ ഇവിടുന്ന് പോയത്. പിണക്കം പറഞ്ഞു തീർത്തന്നോ? അതെ, സന്ദീപിനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ അവക്ക് എന്നോട് ദേഷ്യം ഉണ്ടായിരുന്നെന്ന്. അങ്ങനെ അവൾ എനിക്കൊരു ജ്യൂസും കൊണ്ട് തന്ന് നടന്നതിനൊക്കെ ക്ഷമയും പറഞ്ഞു. ഇതായിരിക്കുന്ന ജ്യൂസ്. ചേച്ചി, അവള് വലിയ കാര്യത്തിൽ കൊണ്ടുവന്നല്ലേന്ന് കരുതി ഞാൻ വേണ്ടാന്നൊന്നും പറഞ്ഞില്ല. ഇനി ഞാനായിട്ട് പിണങ്ങിയിരിക്കുമല്ലേന്ന് അവക്ക് തോന്നണ്ടല്ലോ. എന്താ അബദ്ധ മോളി നീ കാണിച്ചേ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവധിയെടുത്തിയോ എനിക്ക് സംസാരിക്കാൻ വന്നാ നീ ഒഴിഞ്ഞു മാറണമെന്ന്. പിന്നെ എന്തിനാ അവള് കൊണ്ടുവന്ന് ഈ ജ്യൂസ് നീ വാങ്ങിക്കാൻ പോയേ? അതിന് ഞാനത് കുടിച്ചില്ലല്ലോ ചേച്ചി. എന്റെ ഈശ്വര, ഇത് പപ്പായ ജ്യൂസാണല്ലോ.
ചേച്ചി ചേച്ചി എന്തിനാ ചേച്ചി അത് കളഞ്ഞത്? അത് നീ കുടിക്കണ്ട. ചേച്ചിക്ക് എന്താ എല്ലാത്തിനും ഇത്ര പേടി? പേടിക്കണം. അങ്ങനെ പേടിക്കേണ്ട ആളുകളുടെ ഇടയിലേ നമ്മൾ ജീവിക്കുന്നത്. എന്ത് ക്രൂരതയും ചെയ്യാൻ മടിക്കാത്ത ആളുകളാ ചുറ്റും. അതൊക്കെ ശരി, ചേച്ചി എന്തിനാ ഈ ജ്യൂസ് എടുത്തോണ്ട് കളഞ്ഞത്? ആ ജ്യൂസ് നീ കുടിച്ചിരുന്നെങ്കിൽ ഇതിനോടകം നിന്റെ അബോർഷൻ നടന്നേനെ. അതേ മോളെ, ചേച്ചി വെറുതെ പറഞ്ഞതല്ല. എത്ര പിണക്കമുള്ളവരായാലും നമുക്ക് ദേഷ്യമുള്ളവരായാലും നമ്മുടെ മുന്നിൽ വന്ന് ഒന്ന് ഏറ്റു പറഞ്ഞ, അല്ലെങ്കിൽ ഒന്ന് ക്ഷമ പറഞ്ഞ, നമ്മളെല്ലാതും മറക്കും. നിനക്ക് മാത്രമല്ല ഈ സ്വഭാവം ഉള്ളത്, എനിക്കും ഉണ്ടായിരുന്നു മുൻപ്. പക്ഷേ ചിലരൊന്നും ഒരിക്കലും നന്നാവില്ലെന്ന് പൂർണ്ണ ബോധ്യം വന്നതിന് ശേഷം ചേച്ചി ആ സ്വഭാവം മാറ്റിയത്. അതുകൊണ്ടാ ആരെയും കണ്ണുടച്ച് വിശ്വസിക്കരുതെന്ന് ഞാൻ ഇടയ്ക്കിടെ നിന്നെ ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മളോടുള്ള അതേ ദേഷ്യം തന്നെയാ അവർക്ക് നിന്റെ വയറ്റിലുള്ള ഈ കുഞ്ഞിനോടും. നിന്റെ ഒരു ചെറിയ അശ്രദ്ധക്കുറവ് മതി നിന്റെയും സന്ദീപിന്റെയും മുഴുവൻ സ്വപ്നങ്ങളും തകർന്നു വീഴാൻ. നമ്മൾ കരയുന്നത് കാണുന്നതാ അവർക്ക് സന്തോഷം. അതുകൊണ്ട് നമുക്ക് കരയാനും അവർക്ക് സന്തോഷിക്കാനുള്ളത് നമ്മളെ തന്നെ ഉണ്ടാക്കരുത് മോളെ. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായോ നിനക്ക്? ചില സമയങ്ങളിൽ വെറുതെ ഇരിക്കുന്നതും ശരീരത്തിന് ദോഷമുണ്ടാക്കും. ഗർഭിണിയാണെന്ന് കരുതി അവരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാതെ ഇരിക്കരുത്. ചെറിയ ചെറിയ ജോലികളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും വേണം. പിന്നെ വലിയ വീഴ്ചകളോ വയറെവിടെയെങ്കിലും ശക്തമായി ഇടിക്കാതെയോ നോക്കിയാൽ മാത്രം മതി. മനസ്സിലായോ? ശരീരത്തിന്റെ ആയാസത്തിനും രക്തോട്ടത്തിനും വായുസഞ്ചാരത്തിനും ചെറിയ ചെറിയ വീട്ടുജോലികൾ ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെയുണ്ടായാൽ ഇപ്പോൾ ഉണ്ടായതുപോലുള്ള വേദനകളും ബുദ്ധിമുട്ടുകളും ഒരു പരിധിവരെ കുറഞ്ഞിരിക്കും. പണ്ടത്തെ കാലത്തെ ഗർഭിണികൾ ദൈനംദിന കാര്യങ്ങൾ മറ്റാരെ ആശ്രയിക്കാതെ അവരവർ തന്നെയാ ചെയ്തിരുന്നത്. അന്നൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളും അബോർഷൻസും ഒക്കെ വളരെ റെയറായി മാത്രമേ സംഭവിച്ചിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, അർച്ചന ചെയ്യുന്ന ജോലികളിൽ അനിയത്തെ കൂടി സഹായത്തിന് കൂട്ടിയാൽ മതി. ഗാർഡനിൽ പണിയെടുപ്പിക്കരുത്, ഭാരം എടുപ്പിക്കരുത്. ഒരു ദിവസം 2 തവണയിൽ കൂടുതൽ സ്റ്റെപ്പ് കയറി ഇറങ്ങുകയും ചെയ്യരുത്. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. നല്ല ഭക്ഷണം, നല്ല വ്യായാമം, സമാധാനം, ഇത് 3 കുഞ്ഞിന്റെ വളർച്ചയെ ബാധിക്കും. വേറെ ടെൻഷൻസ് ഒന്നും കൊടുക്കാതെ എത്ര നോക്കാൻ പറ്റുമോ അത്രയും നല്ലത്. അടുത്ത മാസം 6-ാം തീയതി സന്ദീപ് ആതിരയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വരണം. ഓക്കെ ഡോക്ടർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇതിങ്ങനെ വരൂന്ന്. അവളുടെ ജാമ്പവാന്റെ കാലത്തെ ഗർഭോലസിപ്പിക്കൽ പരിപാടി, ഓവർ കോൺഫിഡൻസും. ഞാൻ കറക്റ്റ് ആയിട്ടെല്ലാം ചെയ്തതാ ചേച്ചി. ആ ഗുളിക അകത്ത് ചെന്ന അബോർഷൻ ആവും. എന്നിട്ടിപ്പോ ആയല്ലോ. മണ്ടത്തരം കാണിക്കുകയും ചെയ്യും, ബാക്കിയുള്ളവർക്ക് പ്രതീക്ഷയും തരും. നിന്റെ ഈ ഗുളിക പരിപാടി ഒന്നും നടക്കില്ല എനക്കെ. പണ്ട് തന്നെ ഓർമ്മയില്ലേ, അർച്ചനെ ഡൽഹി വിടില്ല എന്ന് പറഞ്ഞ് നീ ഏതോ ഉറക്കഗുളിയും കൊണ്ട് ചെന്നത്. എന്നിട്ട് എന്തായി?
നമ്മൾ ഉറക്കം എണീറ്റ് ചെന്നപ്പോഴേക്കും അവള് ഡൽഹിയിലെത്തി. അത് അവള് കുടിക്കാത്തോണ്ടാ. അപ്പോ ഇതും ആതിരെ കുടിച്ചാണില്ല. അപ്പൊ പിന്നെ അവൾക്ക് വേദന വന്നതോ? സാധാരണ ഗർഭിണികൾക്കുണ്ടാവുന്ന വേദനയാണതെന്ന് ഡോക്ടർ പറഞ്ഞ് നീ കേട്ടതല്ലേ? എന്ന് പറഞ്ഞ അതിനർത്ഥം നീ ചെയ്തതൊന്നും ഫലം കണ്ടില്ല എന്ന് തന്നെയാ. ദേ, ഞാനൊരു കാര്യം പറയാം. പലതവണ പരിശ്രമിച്ച് സമയം കളയാൻ പറ്റില്ല. 7-8 മാസം എന്ന് പറയുന്നതേ പെട്ടെന്നങ്ങ് പോവും. അവള് പ്രസവിക്കുന്നത് ആപത്താണെന്നറിയാലോ. ഒരു കുഞ്ഞിന്റെ കരച്ചിൽ ഈ വീട്ടിൽ ഇനി ഉണ്ടാവരുത്. ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല സമയമായത്. നീ എന്തേ ആലോചിക്കുന്ന? ആ ഗുളിക പരിപാടി എങ്ങനെ ചെയ്തെന്നാ മനസ്സിലാവാത്ത. നീ അത് എങ്ങനെ കൊണ്ട് കൊടുത്തേ? നല്ലവളായി അഭിനയിച്ച് മാപ്പ് പറഞ്ഞിട്ടു. നിന്റെ അഭിനയം അത്ര നല്ലതായതുകൊണ്ട് അവളത് വിശ്വസിച്ച് കാണില്ല. നീ തൽക്കാലം ആ ആലോചനയൊക്കെ വിട്ടിട്ട് ഞാൻ പറയുന്നത് കേൾക്ക. വരട്ടെ ചേച്ചി, എന്റെ മനസ്സിൽ വേറെ ചിലത് തെളിയുന്നുണ്ട്. വേണ്ട, അതിന്റെ ആവശ്യം ഇനിയില്ല. നീ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും നിൽക്കണ്ട. ഞാൻ പറയുന്നത് കേട്ട് അത് മാത്രം അനുസരിച്ചാ മതി. ആതിരെ ചുമ്മാ ഇരുത്താതെ എന്തെങ്കിലും പണിയെടുപ്പിക്കാനല്ലേ ഡോക്ടർ പറഞ്ഞിട്ട് പോയത്. അപ്പോ പണിയെടുപ്പിച്ച് പണി കൊടുക്കണം. ഈ വീട്ടിലുള്ള അത്യാവശ്യം ജോലികളൊക്കെ അവളെ കൊണ്ടെടുപ്പിക്കണം. എന്ത് ജോലി എടുപ്പിക്കാൻ? ഇനി അതും പറഞ്ഞ് അവളുടെ പുറകെ നടക്കണം. ഒരു ഗർഭിണി എന്തൊക്കെ പണികളാണോ എടുക്കാൻ പാടില്ലാത്തത് ആ പണികളൊക്കെ അവളെ കൊണ്ടെടുപ്പിക്കണം. പുറകെ നടന്ന് എടുപ്പിക്കണം. ദേ, നീ അതിനെക്കുറിച്ച് ഇത്രയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. നീ അവളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. അതിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതങ്ങ് അബോഷനായിക്കോളും. ഇനിയിപ്പോ ഒന്നും നടന്നില്ലെങ്കിൽ ആ കൈകൊണ്ട് ഒരൊറ്റ തള്ളു. അതും അവളുടെ വയറ് തറയിലിടിച്ച് വീഴാൻ പാകത്തിന്. നമുക്ക് എപ്പോഴും പറ്റുന്ന അബദ്ധം എന്താണെന്നറിയോ നിനക്ക്? എല്ലാം വളരെ നിസ്സാരമായിട്ട് ചെയ്ത് അതിൽ നിന്ന് വിജയം പ്രതീക്ഷിക്കും. എന്നാ ഇതങ്ങനെയല്ല. വളരെ ഗൗരവത്തോടെ കണ്ടുവേണം ഓരോന്നും ചെയ്യാൻ. ആതിരയുടെ വയറ്റിൽ അനുദിനം വളരുന്ന ആ കുഞ്ഞ് പൂർണ്ണ വളർച്ച എത്തരുത്. ഞാൻ പറഞ്ഞുതരാം അതിനെന്താ വേണ്ടെന്ന്. മോളെ ആതിരെ, നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? എഴുന്നേറ്റു. സന്ദീപ് പോയതിനു ശേഷം വെറുതെ ഒന്ന് കിടന്നേ ഉള്ളൂ. ശരീരത്തിന് നല്ല സുഖം തോന്നുന്നില്ല. ഇങ്ങനെ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇവിടെ തന്നെ ഊണും ഉറക്കമായിട്ട് ഇരിക്കുന്നത് കൊണ്ടാ വയ്യാഴികയൊക്കെ തോന്നുന്നത്. ഒന്ന് താഴേക്കൊക്കെ ഇറങ്ങി വരണം. എന്നിട്ട് ഇവിടുത്തെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യണം. ഇങ്ങനെ മടി പിടിച്ച് കിടന്നാലേ അസുഖങ്ങൾ വരത്തേ ഉള്ളൂ. എഴുന്നേക്ക, താഴേക്ക് വാ. എന്നിട്ട് അർച്ചനെ ചെന്ന് സഹായിക്ക. ഞാൻ കുറച്ചു നേരം കൂടി കിടന്നിട്ട് വരായിട്ടത്തെ. ഭയങ്കര ക്ഷീണം. മോളെ, ഡോക്ടർ പറഞ്ഞതല്ലേ ശരീരം അനങ്ങുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. നമ്മളതൊക്കെ ചെയ്യാൻ വേണ്ടിയല്ലേ അവരതൊക്കെ പറയുന്നത്. അങ്ങനെ ചെയ്യാതിരുന്നാ അത് നമ്മുടെ കുഞ്ഞിനെയല്ലേ മോളെ ബാധിക്കുന്നത്.
വാ താഴേക്ക് വാ. എന്നാ എടുത്ത് താഴേക്ക് ചെല്ല്, ഞാൻ വേഗം വന്നേക്കാം.